മനുഷ്യൻ പലതും അറിയും, പക്ഷെ ഒരു വ്യക്തിയെ പൂർണ്ണമായി അറിയുന്ന ദൈവമാണ്. അപ്പോൾ ദൈവത്തിൽ പൂർണ്ണതയുള്ളവനെ ദൈവം കൊടുക്കും, അതവന് അനുഭവിക്കുവാൻ സാധിക്കും. അപ്പോൾ പറച്ചിലിൽ നിന്നല്ല നമ്മളൊരു വ്യക്തിയെ സ്റ്റഡി ചെയ്യേണ്ടത്. അതിന് മാനദണ്ഡം പ്രിയപ്പെട്ടവരെ അവന് ദൈവം കൊടുത്തിരിക്കുന്നത് കണ്ടാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. എത്ര സന്തോഷമായി എല്ലാ കാര്യങ്ങളും പൗലോസ് പറഞ്ഞതുപോലെ, ഇതാ കർത്താവിൻ്റെ കരങ്ങളിൽ എൻ്റെ ഓട്ടം പൂർത്തിയാക്കി, ഇതാ എൻ്റെ വിശ്വാസം കാത്തു, ഞാനിതാ എല്ലാം നിന്റെ കരങ്ങളിൽ സമർപ്പിച്ചിരിക്കുന്നു, എനിക്ക് തരാനുള്ള സമ്മാനം തന്നേക്കാൻ പറയാൻ അവന് റൈറ്റ്, അവകാശമുണ്ട്, യാചിക്കല്ല. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം യജമാനന്റെ അടുക്കൽ അവനെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലികൾ പൂർത്തിയാക്കി യജമാനനെ സത്യസന്ധമായും വിശ്വാസത്തോടുകൂടി സന്തോഷത്തോടുകൂടി തൃപ്തികരമായി ആ ജോലി ചെയ്തെങ്കിൽ അവൻ്റെ വേജസിനെ അർഹനാണ് അവൻ, അത് അവൻ്റെ റൈറ്റാണ്. അവൻ്റെ യജമാൻ്റെ അടുക്കൽ എനിക്ക് തരണേ എന്ന് പ്രാർത്ഥിക്കേണ്ട കാര്യമുണ്ട്. ഇതാ തോമാച്ചനെ സംബന്ധിച്ചിടത്തോളം കർത്താവിൻ്റെ അടുക്കൽ, കർത്താവെ നീ എന്നെ ഏൽപ്പിച്ചിരുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു, ഞാൻ പൂർത്തിയാക്കിയിരിക്കുന്നു, എനിക്ക് തരാനോ തന്നേക്കുക എന്ന് ചോദിക്കുവാനുള്ള റൈറ്റ്, അവകാശമുണ്ട്. ആ അവകാശത്തിൽ നാം ഇവിടെ കൂടിയിരിക്കുന്നവരെല്ലാം ഓക്കെ പറഞ്ഞാൽ മാത്രം മതി. ദൈവം ഈ മകനെയും, ഒരുപാട് എനിക്ക് പറയാനുണ്ട്, എങ്കിലും പലരും ഉള്ളത് കൊണ്ട് ഞാൻ അധികം പറയുന്നില്ല. വിശ്വാസപരമായിട്ട് വേദോസ്തപരമായിട്ട് എനിക്കൊന്നും പറയാൻ എനിക്ക് സമയമില്ല. അതുകൊണ്ട് കർത്താവിൽ ജനിച്ചു, കർത്താവിൽ ജീവിച്ചു, കർത്താവിൽ മരിച്ചിരിക്കുന്നു, ഇനിയും ഇതാ കർത്താവിൽ ജീവിക്കും എന്നുള്ള ആ പ്രത്യാശയാണ് പ്രിയപ്പെട്ടവരെ ഈ വ്യക്തിയെ നമ്മളെയും ഓരോരുത്തരും നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം. എൻ്റെ അനന്തരവളുടെ കുഞ്ഞമ്മ, അവൾ ദുഃഖിതയാണ്, എന്നാൽ അവളുടെ പ്രാർത്ഥന ചൈതന്യം, she was an example for this Chingamanam area. I know it personally. അവളുടെ പ്രാർത്ഥന, ആഴമായ അവളുടെ പ്രാർത്ഥനയാണ് ഇന്ന് പ്രിയപ്പെട്ട തോമാച്ചൻ ഈ നിലയിലേക്ക് ഇതാ സന്തോഷവാനായി കർത്താവിന് പൊന്നുമുഖം നോക്കിക്കൊണ്ട് കിടക്കുമെന്നു. അവൻ ഡെഡാണെങ്കിലും കർത്താവിൻ്റെ ദൃഷ്ടി അവൻ്റെ മേൽ ഉണ്ട്. അത് അവൻ്റെ ഭാര്യയായ ഈ കുഞ്ഞമ്മയുടെ പ്രാർത്ഥനയുടെ ഫലമാണ് പ്രിയപ്പെട്ടത്. അത് ആർക്കും ഡിനൈ ചെയ്യാനായിട്ട് പറ്റില്ല, അത് സത്യം മാത്രമാണ്. അവളുടെ പ്രാർത്ഥനയാണ് ഈ കുടുംബത്തെയും ഈ കുഞ്ഞുങ്ങളെയും അവളുടെ ഭർത്താവിനെയും ഇത്രമാത്രം ഇതാ ഉയർത്തി നമ്മുടെ ഇടയിൽ കാട്ടുവാൻ ദൈവം കരുണയായത് എന്നുകൂടി ഞാനിവിടെ ഉറപ്പിച്ചുകൊണ്ട് ഞാൻ ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്ന് രാത്രിയിൽ ഞാൻ ഒരുപാട് പ്രാർത്ഥിച്ചു കുടുംബത്തിന് വേണ്ടി. ദൈവം പ്രാർത്ഥന കേൾക്കുന്നവരാണ്. ദൈവത്തെ നമുക്ക് അനുഗ്രഹിക്കും. ദൈവത്തിൻ്റെ ഇടയ്ക്കൽ നമുക്ക് എല്ലാവർക്കും ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാത്തവനെല്ലാവൻ ഉത്തരം തരും. ഞാൻ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും അനുശോചനം രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ വചനം ചുരുക്കുന്നു. ദൈവം നമ്മെ ഗായക സംഘം ഗാനം ആരംഭിക്കുകയാണ്. ഓരോ പാട്ടിന് ശേഷവും അനുശോചന സന്ദേശം അറിയിക്കാനുള്ളവർക്ക് സമയമുണ്ട്. ഓരോ പാട്ടിന് ഇടപെട്ട് ദയവായി സഹകരിക്കുക.
കൂടാരമാകുന്ന എൻ ഭവനം വീട്ടകന്നാലേറെ ഭാഗ്യം. കൈകളാൽ തീർക്കാത്ത മോക്ഷവീട്ടിൽ വേഗമായി തങ്ങു ചെന്നു ചേരൂ. ഞാൻ പുനരുത്ഥാനവും ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവർക്ക് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിക്ക് വരാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. ഞാൻ നല്ലപോർ പൊരുതി ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനിയും നീതിയുടെ കിരീടം എനിക്ക് വെച്ചിരിക്കുന്നു. സഹോദര, നീ വിഷാദം കൂടാതെ പോവുക. എന്തെന്നാ കർത്താവ് തന്റെ പ്രകാശത്തിൽ നിന്നെ വസിപ്പിക്കൂ. കർത്തനേശു തന്റെ പൊൻകരത്താൽ ചേർത്തിടുമായതിൽ എന്നെ അങ്ങ്.
മാറിക്കുമോർ കർത്താവേ, നീ തലമുറ തലമുറ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങളുണ്ടായ നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിക്കുന്നതിന് മുമ്പേ നീ അനാദിയായും ശാശ്വതമായ ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങി ചേരുമാറാക്കുന്നു. മനുഷ്യപുത്രന്മാരെ തിരുവരുവേനും നേരിൽ ചെയ്യുന്നു. 1000 സംവത്സരം നിലദൃഷ്ടിയിൽ ഇന്നലെ കഴിഞ്ഞു പോയ ദിവസം പോലെയും രാത്രിയിലെ ഒരു യാമം പോലെയും മാത്രമിരിക്കുന്നു. നീ അവരെ ഒഴുക്കിക്കളയുന്നു, ഉറക്കം പോലെ അത്രേ. അവർ രാവിലെ തെളിച്ചുകൊള്ളുന്ന പുള്ളി പോലെയാകുന്നു. അവർ രാവിലെ തളിച്ചു വന്ന പുല്ല് പോലെയാകുന്നു. അത് രാവിലെ തളിച്ചു വളരുന്നു, വൈകുന്നേരം അത് അരിഞ്ഞു വാടിപ്പോകുന്നു. ഞങ്ങൾ നിന്റെ കോപത്താൽ ക്ഷയിച്ചും നിന്റെ ക്രോധത്താൽ ഭ്രമിച്ചും പോകുന്നു. നീ ഞങ്ങളുടെ കർത്തങ്ങളെ നിന്റെ മുമ്പിലും ഞങ്ങളുടെ രഹസ്യപാപങ്ങളെ നിന്നോ പ്രകാശത്തിന് വെച്ചിരിക്കുന്നു. ഞങ്ങളുടെ നാളുകളൊക്കെ നിന്റെ ക്രോധത്തിൽ കഴിഞ്ഞു പോയേ. ഞങ്ങളുടെ സംവത്സരങ്ങളെ ഞങ്ങളൊരു നടുവ് പോലെ കഴിക്കുന്നു. ഞങ്ങളുടെ ആയുഷ്കാലം 70 സംവത്സരം, ഏറെ ആയാൽ 80 സംവത്സരം. അതിന്റെ പ്രതാപവും പ്രയാസവും ദുഃഖമത്രേ. അത് വേഗം തീരുകയും ഞങ്ങൾ കടന്നു പോവുകയും ചെയ്യുന്നു. നിന്റെ ക്രോധത്തിന്റെ ശക്തിയെയും നിന്നെ ഭയപ്പെടുവാൻ തക്കവണ്ണം നിന്റെ ക്രോധത്തെയും ഗ്രഹിക്കുന്നവനാർ. ഞങ്ങൾ ഞാനുമുള്ളവർ ഹൃദയം പ്രാപിക്കത്തക്കൊണ്ട് ഞങ്ങളുടെ നാളുകളെ എണ്ണുവാൻ ഉപദേശിക്കണമേ. യഹോവേ, മടങ്ങി വരണമേ. എത്രത്തോളം താമസമടി ഞങ്ങളോട് സഹതാപം തോന്നണമേ. കാലത്ത് തന്നെ ഞങ്ങളെ നിന്റെ ദയ കൊണ്ട് തൃപ്തരാക്കണമേ. എന്നാൽ ഞങ്ങളുടെ ആഷ്കാലമൊക്കെ ഞങ്ങൾ ഘോഷിച്ചാനന്ദിക്കും. നീ ഞങ്ങളെ ക്ലേശിപ്പിച്ച ദിവസങ്ങൾക്ക് ഞങ്ങൾ അനർത്ഥം അനുഭവിച്ച സംവത്സരങ്ങൾക്ക് തക്കവണ്ണം ഞങ്ങളെ സന്തോഷിപ്പിക്കണമേ. നിന്റെ ദാസന്മാർക്ക് നിന്റെ പ്രവൃത്തിയും അവരുടെ മക്കൾക്ക് നിന്റെ മഹത്വം വെളിപ്പെടുമാറാകട്ടെ. ഞങ്ങളുടെ ദൈവമായ പ്രസാദം ഞങ്ങളുടെ മേലിരിക്കുമാറാകട്ടെ. ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. അതെ, ഞങ്ങളുടെ കൈയുടെ പ്രവൃത്തിയെ സാധ്യമാക്കി തരണമേ. ദൈവമേ, സ്തുതിക്കുവാൻ നാം ഭാരിക്കുമോ. കൈകൊണ്ട് ഭക്തര മരിച്ചോർക്കാനുള്ളണമേ. നല്ലോർമ്മ നിന്റെ ദൈവത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട വിശ്വാസികളുടെ സമൂഹമേ, 84 വർഷക്കാലം നമ്മളോടുകൂടി ജീവിച്ചിരുന്ന നമ്മിലൊരുവനായി ഈ ഭവനത്തിൻ്റെ പിതാവായി വല്യപ്പനായി
ഈ പരിസരത്ത് ഏറ്റവും പ്രഗത്ഭമായ ഒരു വിദ്യാലയത്തിൽ അഥവാ ഏറെ പഴക്കമുള്ള ഒരു വിദ്യാലയത്തിലെ അധ്യാപകനായിരുന്ന ദേശത്തിൻ്റെ ഒരു പ്രിയപ്പെട്ടവനായി എല്ലാ കാര്യത്തിലും സത്യവിശ്വാസത്തിലെ ആരാധനയുടെ കാര്യത്തിലായാലും പൊതുവായ പ്രവർത്തനത്തിൻ്റെ കാര്യത്തിലായാലും എല്ലാത്തിലും ഇടപെട്ട് നമ്മിൽ നിന്ന് വാങ്ങിപ്പോയ പ്രിയപ്പെട്ട സാറ് ദൈവ ദർശനത്തിലേക്ക് ഇന്നലെ വാങ്ങിപ്പോയിരിക്കുകയാണ്. ഈ പ്രിയപ്പെട്ട പിതാവിനെ ഒരു നോക്ക് കാണുവാനും അന്ത്യോപചാരം അർപ്പിക്കുവാനും പ്രിയപ്പെട്ടവൻ്റെ ആത്മാവിന് വേണ്ടി നിത്യശാന്തി നേരുവാനും പ്രാർത്ഥിക്കുവാനുമാണല്ലോ നാം ഇവിടെ കടന്നു വന്നിരിക്കുന്നത്. സ്നേഹം നിറഞ്ഞ വിശ്വാസികളുടെ സമൂഹമേ, കർത്താവിൻ്റെ രണ്ടാമത്തെ മഹത്വ പ്രതിഷ്ഠയിൽ കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തിനോടും കൂടെ മേഘങ്ങളിൽ വെളിപ്പെടുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുന്നേയും ജീവിച്ചിരിക്കുന്ന നാം അവനോടുകൂടെ രൂപാന്തരപ്പെട്ട മേഘങ്ങളിൽ എടുക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിൽ കൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ ഒരുവൻ ക്രിസ്ത്യാനിയായി ജനിച്ച് ക്രിസ്ത്യാനിയായി ജീവിച്ച് ക്രിസ്തുവിൽ നിദ്ര പ്രാപിച്ച് അഥവാ ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാൽ അങ്ങനെയുള്ള ഒരു വ്യക്തി ഇപ്പോൾ നഷ്ടപ്പെട്ട് ദൈവാദർശനയിൽ നിന്ന് അതിൻ്റെ പട്ടികയിൽ നിന്ന് നഷ്ടപ്പെടുന്നവരുടെ കൂട്ടത്തിലല്ല, പ്രത്യതായി എന്നേക്കും ജീവിക്കുന്നവരുടെ ഗണത്തിലേക്കാണ് മാറ്റപ്പെടുന്നതെന്ന് ദൈവത്തിൻ്റെ വചനം നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ സഭയെ നമ്മളെ പഠിപ്പിക്കുന്നു. പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് വിശ്വാസപ്രവർത്തനത്തിൽ നിന്ന് അണുവിട വ്യത്യാസപ്പെടാതെ ജീവിച്ച ഒരു വ്യക്തിയാണ് ഈ പ്രിയപ്പെട്ട സാറ് എന്നുള്ളതിന് യാതൊരു സംശയമില്ല. എല്ലാവർക്കും ഞാൻ പറയാതെ തന്നെ അറിയാവുന്ന കാര്യമാണ്. സമയാസമയങ്ങളിൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്ത് ഈ പ്രിയപ്പെട്ടവൻ കർത്താവ് ഈ പ്രിയപ്പെട്ടവനിലും വസിച്ച് ജീവിച്ച നാളുകളൊക്കെയും നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. കർത്താവിൻ്റെ വചനം നമ്മളോട് പറയുന്നു, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ അവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു, അവൻ മരിച്ചാലും ജീവിക്കും. അപ്പോൾ ഈ ദൈവത്തിൻ്റെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരുശരീര രക്തങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്ത് പരിശുദ്ധ സഭയുടെ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുന്ന ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകുന്നവരുടെ പട്ടികയിലേക്കല്ല. ആ കർത്താവ് രണ്ടാമത്തെ മഹത്വ പ്രശസ്തിയിൽ ചെമ്മരിയാടുകളെയും കോലാടുകളെയും വേർതിരിച്ച് നിർത്തുമ്പോൾ കർത്താവിൻ്റെ ഭക്തന്മാരെ അഥവാ ചെമ്മരിയാടുകളെ വിളിക്കുന്ന ഇമ്പശബ്ദം കർത്താവിൻ്റെ രണ്ടാമത്തെ മഹത്വ പ്രശസ്തി കേൾക്കുവാൻ തക്കവണ്ണം ഒരുങ്ങി ഈ ലോകത്തെ നോക്കി പാർത്ത് ജീവിക്കുന്ന വ്യക്തികൾക്ക് അവർക്കൊരിക്കലും ആ ദൈവം താൻ കൽപ്പിച്ച് വെച്ചിരിക്കുന്ന കണ്ണുകൊണ്ട് കണ്ടിട്ടില്ലാത്തതും ചെവി കൊണ്ട് കേട്ടിട്ടില്ലാത്തതും ഹൃദയം കൊണ്ട് സങ്കല്പിച്ചിട്ടില്ലാത്തതുമായ തൻ്റെ ഇഷ്ടന്മാരായ സ്നേഹിതന്മാർക്ക് പരലോകത്തിൽ ഒരുക്കപ്പെട്ടിരിക്കുന്ന പരമാനന്ദത്തിന് എന്നെയും കൂടെ യോഗ്യനാക്കി തീർക്കണമെന്ന് പിതാക്കന്മാരെ പ്രാർത്ഥിക്കാൻ പഠിപ്പിച്ചപ്പോൾ നിത്യപ്രാർത്ഥനയിൽ നാം പ്രാർത്ഥിക്കുകയും ആ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് നിൽക്കുകയും ചെയ്യുന്ന ആ ഓരോ വ്യക്തിക്കും പ്രത്യേകിച്ച് ഈ സാറിനെ സംബന്ധിച്ചിടത്തോളം സത്യവിശ്വാസത്തിൽ ഏറെ അടിയുറച്ച് വിശ്വസിച്ച് തന്നെ ജീവിച്ച ഒരു വ്യക്തിയാണെന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. അപ്പോൾ താനെ തൻ്റെ ചെമ്മരിയാടുകളെ വിളിക്കുന്നതായ ശബ്ദം ഇപ്രകാരമാണ്: എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിൽ നിന്നും പോലെ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സൗഭാഗ്യം അനുഭവിക്കാൻ കടന്നു വരുവേൻ. എൻ്റെ പിതാവിനാൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, ലോകസ്ഥാപനത്തിന് മുമ്പ് മുതലേ നിങ്ങൾക്കായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സൗഭാഗ്യം അനുഭവിക്കാൻ കടന്നു വരുവാൻ. ഇന്ന് കേൾക്കുന്ന ദൈവത്തിൻ്റെ ജനമേ, ആ ഇമ്പശബ്ദം കേൾക്കാനാണ് ഞാനും നിങ്ങളും ഈ ഭൂമിയിലായിരുന്നാലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും നാം ആ ശബ്ദം കേട്ട് കർത്താവ് താൻ ഒരുക്കി വെച്ചിരിക്കുന്ന അഥവാ തുടങ്ങി വെച്ച സ്വർഗരാജ്യത്തിൻ്റെ തുടക്കം ഇവിടെ നിന്ന് അനുഭവിച്ച് അതിൽ വളർന്ന് കർത്താവിൻ്റെ രണ്ടാമത്തെ മഹത്വ പ്രതിഷ്ഠയിൽ ആ സ്വർഗരാജ്യത്തിൻ്റെ പൂർത്തീകരണത്തിന് നാമും അതിൻ്റെ മുഴുവൻ പങ്കും അനുഭവിക്കുവാൻ തക്കവണ്ണം ഈ ലോകത്ത് ആയിരിക്കുമ്പോൾ ഒരുങ്ങാനാണ് ദൈവം തമ്പുരാൻ ഓരോ വ്യക്തികളെയും ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്.
അല്ലാതെ ഈ ലോകത്തിലെ എന്തെങ്കിലും നേടിയെടുക്കുവാനോ എന്തെങ്കിലും ചെയ്യുവാനോ അല്ല, വരുവാനുള്ള ലോകത്തിലെ പുതിയ ജീവനായി നോക്കി പാർക്കുക. അതാണ് ദൈവം പഠിപ്പിച്ചിരിക്കുന്നത്, പരിശുദ്ധ സഭയും പഠിപ്പിക്കുന്നത്. മരിച്ചവരുടെ ഉയർപ്പിനും വരുവാനിരിക്കുന്ന ലോകത്തിലെ പുതിയ ജീവനായി ഞങ്ങൾ നോക്കി പാർക്കുന്നു. കർത്താവേ, നിന്റെ മരണത്തെ ഞങ്ങൾ ഓർക്കുകയും നിന്റെ ഉയർത്തുന്നേൽപ്പിനെ ഞങ്ങൾ ഏറ്റുപറയുകയും നിന്റെ രണ്ടാമത്തെ മഹത്വ പ്രദർശനമായി ഞങ്ങൾ നോക്കി പാർക്കുകയും ചെയ്യുന്നു. ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലായിരിക്കുമ്പോൾ അതിനായിട്ടാണ് നമ്മളെ ദൈവം ഇവിടെ ആക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇന്ന് ഈ പ്രിയപ്പെട്ട സാറിൻ്റെ ആണ് ഈ കിടക്കയെങ്കിൽ നമുക്ക് എപ്പോഴാണെന്ന് പറയാനൊക്കത്തില്ല. നമുക്ക് ഓരോരുത്തർക്കും ഇതുപോലൊരു കിടക്ക ഉണ്ട് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതെപ്പോഴാണെന്ന് പറയാനൊക്കത്തില്ല. നോഹയുടെ ജലപ്രളയത്തിന് ശേഷം മനുഷ്യൻ്റെ ആയുസ് 120 വർഷമായിട്ട് ചുരുക്കിയതായി നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ബൈബിൾ പരിശോധിക്കുമ്പോൾ. എന്നാൽ സങ്കീർത്തനക്കാരൻ അതിനെ 70-80 എന്ന് ചുരുക്കി, വീണ്ടും അവൻ അതിനെ ചുരുക്കി ഒരു 4 വിരൽ നീളം മാത്രമേ ഉള്ളെന്ന്. അതിനുശേഷം വീണ്ടും സങ്കീർത്തനക്കാരനെ ഒന്നുകൂടി പ്രകാരം പറയുന്നുണ്ട്, മനുഷ്യൻ്റെ ആയുസ് പുല്ല് പോലെ ആകുന്നു, അത് വയലിലെ പൂ പോലെ പൂക്കുന്നു, വൈകുന്നേരം അരിഞ്ഞ് അത് വാടിപ്പോകുന്നു. വീണ്ടും സങ്കീർത്തനക്കാരൻ അതിനെ ചുരുക്കി ഒന്നുകൂടെ പറയുന്നുണ്ട്, ഒരു ശ്വാസത്തേക്കാൾ ലഘുവാണെന്ന്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ അനമേ, ഞാനും നിങ്ങളും ഇവിടെ ഭൂമിയിലായിരിക്കുമ്പോൾ, നമ്മളെ ഇവിടെ ജീവിക്കുമ്പോൾ, നാം എല്ലാമാണ്, നാം പലതുമാണെന്ന് ചിന്തിക്കുമ്പോൾ, ദൈവം തന്ന ശ്വാസം ഒരു നിമിഷം അത് പുറത്തോട്ട് വിട്ടാൽ അതകത്തോട്ട് എടുക്കാൻ നമ്മളെ കൊണ്ട് ശക്തി തരുന്നത് ദൈവത്തിൻ്റെ കണ്ണ ഒന്നുകൊണ്ട് മാത്രമാണ്. അങ്ങനെ നമ്മളെ ആ ദൈവത്തിൻ്റെ കണ്ണയിൽ ജീവിക്കുമ്പോൾ ദൈവം എനിക്ക് നിങ്ങൾക്കുമായി ഒരുക്കി വെച്ചിരിക്കുന്ന ആ സൗഭാഗ്യ ജീവിതം അനുഭവിക്കുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വരവിനായി നോക്കി പാർത്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും അത് കിട്ടാതെ ഇരിക്കത്തില്ല. അതുകൊണ്ടാണ് സങ്കീർത്തന 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിട്ടുണ്ട്, നാം ഈ ആയുസ്സിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്ന സകല മനുഷ്യരും അരിഷ്ടന്മാരാണെന്ന്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ അരുമേ, വരുവാനിരിക്കുന്ന ലോകത്തിൻ്റെ പ്രത്യാശയോടുകൂടി ജീവിച്ചിരിക്കാൻ പരിശുദ്ധനായ പൗലോസ്ലീഹ നമ്മളെ ഉത്ബോധിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ആ 15-ാമത്തെ നമ്മളെ കൊരിന്ത്യ ലേഖനം 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ ഇപ്രകാരം മരണത്തെ വെല്ലുവിളിച്ചുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നുണ്ട്, ഹേ മരണമേ നിന്റെ ജയമെവിടെ, ഹേ മരണമേ നിന്റെ വിഷമമെവിടെ. മരണത്തിന്റെ വിഷമുള്ള പാപം, പാപത്തിന്റെ പരിഹാരമോ ന്യായപ്രമാണം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. ആകയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും കർത്താവിൻ്റെ പേരിൽ വർദ്ധിച്ചു വരുന്നവരുമായി തീരുവാൻ തക്കവണ്ണം പരിശുദ്ധനായ പൗലോസ്ലീഹ ക്രിസ്ത്യാനികളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അദ്ദേഹം മരണത്തെ വെല്ലുവിളിച്ചത് ഈ ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ചിടത്തോളം ഈ ഭൂമിയിലായിരുന്നാലും ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെട്ടാലും അവൻ ക്രിസ്തുവിനുള്ളവരും ക്രിസ്തു മൂലം ഒരുക്കി വെച്ചിരിക്കുന്ന ദൈവരാജ്യത്തിന് അവകാശിയാണെന്നും ഉള്ളതിന് യാതൊരു സംശയമില്ലാത്തതുകൊണ്ട് ആണ് പൗലോസ് അപ്പോസ്തലൻ അപ്രകാരം ആ കൊരിന്ത്യർക്കെഴുതിയ ലേഖനത്തിൽ രേഖപ്പെടുത്താൻ കാരണം. അതിനാൽ അവിടെ വീണ്ടും അദ്ദേഹം ഓർമ്മിപ്പിക്കുന്നുണ്ട്, ആയാൽ എൻ്റെ പ്രിയ സഹോദരന്മാരെ, നിങ്ങൾ ഉറപ്പുള്ളവരായിരിക്കണം. കർത്താവായ യേശു ക്രിസ്തു അവൻ പോയതുപോലെ വീണ്ടും വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. വിശ്വാസികളെ കൂട്ടിച്ചേർക്കാൻ അവൻ്റെ രണ്ടാമത്തെ മഹത്വ പ്രശസ്തിയിൽ അവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ വിശ്വാസികളെ കൂട്ടിച്ചേർത്ത് ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളെയും ഇരുത്താമെന്ന് വാക്ക് തന്ന വലിയവനായ ദൈവം പോയതുപോലെ വീണ്ടും വരുമെന്നുള്ളതിന് യാതൊരു സംശയമില്ല. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരായിരിക്കണം. ഇന്ന് പലതും കേൾക്കുമ്പോൾ വ്യക്തികളെ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി എന്ന് ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ആ പുതിയ സൃഷ്ടിയുടെ ഉടമയാകാതെ പല ദിക്കിലേക്ക് ഓടി കളിച്ച് നടക്കുന്നവരുണ്ട്. അവരെ പറ്റിയാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞത്, നിങ്ങൾ കുലുങ്ങി ആടി പലയിടത്തും ദൈവത്തെ തപ്പി നടന്നാൽ കാണത്തില്ല. നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ. ദൈവത്തിൻ്റെ മന്ദിരത്തെ നശിപ്പിക്കുന്നവനെ ഞാനും നശിപ്പിക്കുന്ന ദൈവത്തിൻ്റെ വചനം പറയുമ്പോൾ ഞാനും നിങ്ങളുമാകുന്ന ദൈവത്തിൻ്റെ മന്ദിരത്തില് ദൈവത്തെ പ്രതിഷ്ഠിച്ച് ദൈവത്തിന് വസിക്കുവാൻ ഇടം കൊടുത്ത് ഈ ഭൂമിയിലായിരിക്കുമ്പോൾ ജീവിച്ചാൽ അവന് യാതൊരു കുലക്കത്തിനും അവകാശമില്ലെന്നാണ് പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് ആകയാൽ നിങ്ങൾ ഉറപ്പുള്ളവരും കുലുങ്ങാത്തവരും ദൈവത്തെ തപ്പി ഓടി നടക്കാതെ പരിശുദ്ധ സഭ കാണിച്ചു തന്ന ദൈവത്തിൻ്റെ സത്യവിശ്വാസത്തിൽ അടിയുറച്ച് ജീവിക്കുവാൻ തക്കവണ്ണം പഠിപ്പിക്കുന്നു തുടർന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ
വർദ്ധിച്ചു വരുന്നവരുമായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പൗലോസ് അപ്പോസ്തലൻ നമ്മളെ പഠിപ്പിക്കുന്നു. കർത്താവ് തുടങ്ങി വെച്ചതും ഇപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്നതും കർത്താവിൻ്റെ രണ്ടാമത്തെ മഹത്വ പ്രശസ്തതയിലെ കർത്താവൻ ഒരുക്കി വെച്ചിരിക്കുന്ന സ്വർഗരാജ്യത്തിന് അവകാശം കൈപ്പറ്റുവാൻ നിങ്ങളെ കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുന്നവരുമായി തീരുവാൻ തക്കവണ്ണം പഠിപ്പിക്കുന്നു. ആയാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ അരുമേ, ഒരു ക്രിസ്ത്യാനി ഈ ഭൂമത്തായിരുന്നാലും ഈ ഭൂമത്തൊന്ന് മാറ്റപ്പെട്ടാലും നാം ദൈവത്തിൻ്റെ ഉള്ളവരാണ്, ദൈവത്തെങ്കിലേക്ക് എടുക്കപ്പെടാനുള്ളവരാണ്. ആ ഒരു വിശ്വാസത്തിൽ ജീവിച്ചാൽ അവൻ ഈ ഭൂമത്തായിരുന്നാലും മാറ്റപ്പെട്ടാലും നഷ്ടപ്പെട്ടു പോകുന്നവരുടെ പട്ടികയിലേക്കല്ല. ഈ പ്രിയപ്പെട്ട പിതാവിൻ്റെ നിര്യാണത്തിൽ ഞാൻ ലഭിച്ചിരിക്കുന്നതായ കുടുംബാംഗങ്ങളോട് ചേർന്നുകൊണ്ട് ക്നാനായ സുവിശേഷ സമാജത്തിൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ടും ധാരാപ്പള്ളിയിലെ സുവിശേഷം എന്നുള്ള നിലയ്ക്ക് എൻ്റെ വ്യക്തിപരമായ അനുശോചനം മൂഴിപ്പാറ കുടുംബത്തിൻ്റെ അനുശോചനം അറിയിച്ചുകൊണ്ടും ഞാൻ എൻ്റെ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ രണ്ടാമത്തെ മഹത്വ പ്രതിഷ്ഠയിൽ ഈ പ്രിയപ്പെട്ടവൻ പിതാവിനെ എതിരേൽക്കാൻ തക്കവണ്ണം ആ ഭക്തന്മാരുടെ മുൻനിരയിൽ നിന്ന് നിൽക്കുന്നത് കാണുവാൻ തക്കവണ്ണം എനിക്ക് നിങ്ങൾക്കും കണ്ണുകൾക്ക് ഭാഗ്യം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ഞാൻ വചനത്തിൽ നിന്ന് വിരമിക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഗായക സംഘം ഗാനം തുടരുന്നു. ജീവൻ വച്ചിടു രക്ഷകന അന്ത്യശ്വാസം വരെയും ജീവൻ വച്ചിടു രക്ഷകന അന്ത്യശ്വാസം വരെയും കാലം
സ്വർഗകവാടം തുറക്കൂ. നാഥ കാരുണ്യമായി പോടെ നോക്കൂ. നിൻ വിളി കേട്ടങ്ങു വന്ന നിന്റെ ദാസനെ സന്നിധി ചേർക്കൂ. സ്വർഗകവാടം തുറക്കൂ. നാഥ
അനൗൺസ്മെന്റ് ഉണ്ട്. KL33 F8010 ഓഡി വാഹനം എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് പ്രത്യേകം അറിയിക്കുന്നു. KL33 F8010. ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ട സാറിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നതിനും ബന്ധുജനങ്ങളെ ആശ്വസിപ്പിക്കുന്നതിനുമായി കടന്നു വന്ന ഏവരുമേ, യഥാർത്ഥത്തിൽ കനാനായ സമുദായത്തിന് വളരെ ഇഷ്ടമുള്ള ഒരു കുടുംബമാണിത്. ഇവിടുത്തെ 2 മക്കളും പെൺമക്കളെ കൂടാതെ സമുദായത്തിന് വളരെ പ്രിയപ്പെട്ടവരുമാണ്. ഞാൻ ഇങ്ങോട്ട് കടന്നു വന്നപ്പോൾ യഥാർത്ഥത്തിൽ ഞാൻ എൻ്റെ മനസ്സിലൊരു ചെറിയ സംഭവം ഓർത്തു. ഒരു സൺഡേ സ്കൂൾ കുട്ടികളോട് ഞാൻ ലാസറിൻ്റെയും ധനവാന്റെയും ഉപമയെക്കുറിച്ച് പറഞ്ഞു. ലാസർ ഭൂമിയിൽ ഒരുപാട് കഷ്ടത അനുഭവിച്ചു, സ്വർഗരാജ്യത്തിൽ നന്മ അനുഭവിച്ചു. ധനവാൻ ഭൂമിയിൽ ധനവാനായി ജീവിച്ചു, സ്വർഗരാജ്യത്തിൽ ചെന്ന് പ്രയാസത്തിലായി. എന്നിട്ട് ഞാൻ ആ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ഭൂമിയിലെ ധനവാനാണോ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലാസറാകണോ? ധനവാനായിട്ട് ജീവിക്കണോ ലാസറാവണോ? ഇവരിൽ ആരാണ് നിങ്ങൾക്ക് ആകേണ്ടത്? അപ്പോൾ ബുദ്ധിയുള്ള ഒരു കുട്ടി പറഞ്ഞു, എനിക്ക് ഭൂമിയിൽ ധനവാനും സ്വർഗത്തിൽ ലാസറുമായിട്ട് ജീവിച്ചാൽ മതി. കൊളങ്ങര സാറിൻ്റെ കാര്യം ചിന്തിക്കുമ്പോഴും മക്കളുടെ കാര്യം ചിന്തിക്കുമ്പോഴും ഈ കഥയാണ് എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നത്. ഭൂമിയിൽ ധനവാനായും സ്വർഗത്തിൽ ലാസറായിട്ടും ജീവിക്കുക അപൂർവം ചില ആളുകൾക്ക് ദൈവം വരം നൽകുന്ന ഒരു സ്നേഹമാണ്. കഷ്ടതകളില്ലാതെ ഭൂമിയിൽ നല്ല രീതിയിൽ ജീവിക്കുകയും നിത്യതയിൽ എത്തുക ചെയ്യുക എന്ന് പറയുന്നത്, ഇത് രണ്ടും കൂടി യോജിക്കുന്നത് ചില ആളുകൾക്ക് മാത്രമാണ് അങ്ങനെ കിട്ടുന്നത്. അത് നല്ല മനസ്സിൻ്റെ ഉടമസ്ഥർക്കാണ്. ചില ആളുകളുണ്ട് മനസ്സിലുള്ളത് തുറന്നു പറയും. കർത്താവ് പറഞ്ഞത് നിങ്ങൾ ശിശുക്കളെ പോലെ ആവണമെന്നാണ്. ശിശുക്കൾക്കൊരു പ്രത്യേകതയുള്ളത്, ശിശുക്കളുടെ മനസ്സിലുള്ളത് പുറത്തു വരും. ഒരാളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ നിന്നോട് എനിക്കിഷ്ടമില്ല എന്ന് മുഖത്ത് നോക്കി പറയും, അല്ലെങ്കിൽ അവരോട് അനിഷ്ടം കാണിക്കും. പക്ഷേ ഈ ലോകത്തിൻ്റെ ജനകീയരങ്ങനല്ല. അവരുടെ ഉള്ള ആർക്കും പുറത്ത് കാണാൻ പറ്റത്തില്ല. പുറമേ വലിയ സ്നേഹവും സന്തോഷവും ഒക്കെ കാണിക്കും, ഉള്ളിൽ ഇഷ്ടവും കാണത്തില്ല. അപ്പോൾ ചില മനുഷ്യർ ദൈവത്തിൻ്റെ മുദ്രയുള്ള മനുഷ്യരുണ്ട്. അവരുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ അതുപോലെ പുറത്തു കാണിക്കും. അവർക്ക് ആത്യന്തികമായി ഒരു കറയും ഹൃദയത്തിലുള്ളവരല്ല. ഇങ്ങനെയൊക്കെ ഉള്ളവരെ ദൈവം പലപ്പോഴും തൻ്റെ സ്വന്തം കയ്യൊപ്പം എടുത്ത് ഭൂമിയിൽ ധനവാനായും സ്വർഗത്തിൽ ലാസറായും കണക്കാക്കും. അതുകൊണ്ട് തീർച്ചയായും കൊളങ്ങര സാറിനെ സംബന്ധിച്ച് ഇത് രണ്ടും സമന്വയിച്ച ഒരാളാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മക്കളുമായി, പ്രത്യേകിച്ച് മോനുമായി, സിബിയുമായി എനിക്കറിയാം, എങ്കിലും മോനുമായി കൂടുതൽ ഇടപെടുന്നതിനും ഒന്നിച്ച് പ്രവർത്തിക്കുന്നതിനൊക്കെ ഒരുപാട് അവസരങ്ങളുണ്ടായി. ആ അവസരങ്ങളൊക്കെ അവരുടെ ഉള്ളിലെ സത്യസന്ധത എനിക്കറിയാം. അതുകൊണ്ട് ഞങ്ങൾ ഈ കഴിഞ്ഞ പ്രാവശ്യം കനാനായ സമുദായത്തിലെ ബിസിനസ്സുകാരുടെ വാണിജ്യ ശ്രേഷ്ഠന്മാരുടെ ഒരു സംഘടനയുണ്ട്, വെയ്ക്ക്. അതിന് ചെയർമാനായി അദ്ദേഹത്തിനെ നിയമിച്ചു. അദ്ദേഹത്തിനെ അന്ന് ലോകമാന പെരിഞ്ചട്ടി എന്നാണ് അറിയുന്നത്, ക്നായിത്തോമയുടെ പേര്. അപ്പോൾ യഥാർത്ഥത്തിൽ ക്നായിത്തോമയുടെ പിന്മുറക്കാരനായി ഈ സമുദായത്തിലെ ബിസിനസ്സുകാരെ മുഴുവൻ കോർത്തിണക്കിക്കൊണ്ട് സമുദായത്തിലുള്ളതിനു വേണ്ടി പല നല്ല കാര്യങ്ങളും ചെയ്യുന്നതിന് വേണ്ടി അക്ഷീണം പരിശ്രമിക്കുന്ന മകൻ. എന്ത് കാര്യത്തിനും ഏതെല്ലാം വിഷയങ്ങളുണ്ടെങ്കിലും സമുദായത്തിൻ്റെ ചില ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആദ്യം മനസ്സിൽ ഓടിയെത്തുന്ന ഒരു വീട്ടുപേര് കൊളങ്ങര എന്നാണ്. എന്താ ഇതിൻ്റെ കാര്യമെന്ന് ചോദിച്ചാൽ, ചില സ്ഥലങ്ങളിൽ ഒരിക്കലും നന്മയുടെ ഉറവ് പറ്റിപ്പോകത്തില്ല. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ സഹായിക്കുന്ന മനസ്സുള്ള ആളുകളുണ്ടാവും. അതുകൊണ്ട് തീർച്ചയായും അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്. സമുദായത്തിനെ സംബന്ധിച്ച് വളരെ ഇഷ്ടമുള്ള ഒരു ഭവനമാണ്. തമ്പുരാൻ അനുഗ്രഹിക്കട്ടെ. ഈ കുടുംബത്തിലെ എല്ലാവരെയും ദൈവം ആശ്വാസം നൽകട്ടെ. ഞാൻ സുദീർഘമായി ദീർഘിപ്പിക്കുന്നില്ല. ക്നാനായ സമുദായത്തിൻ്റെ അതുപോലെ അമ്മച്ചിയെക്കുറിച്ച് ഈ അപ്പച്ചൻ സുഖമില്ലാതെ കിടക്കുമ്പോൾ ഇവിടെ ഓടിയെത്തുന്നതിനും പ്രാർത്ഥിക്കുന്നതിനൊക്കെ അവസരമുണ്ടായി.
ഈ കുടുംബത്തിൻ്റെ ഐശ്വര്യം കെട്ടുപോകാതെ നിലനിൽക്കുന്നത് ഇവിടെ നന്മകളുണ്ടാകുന്ന പ്രാർത്ഥിക്കുന്ന ഒരു അമ്മച്ചിയുള്ളതുകൊണ്ടാണ്. കാരണം ഉൽപ്പത്തി പുസ്തകത്തിൽ കാണുന്നുണ്ട്, അബ്രഹാമിനെ കുറിച്ച് പറയുമ്പോൾ അബ്രഹാമോ ദൈവസന്നിധിയിൽ തന്നെ നിന്നു, ദൈവസന്നിധിയിൽ തന്നെ ചൂടുറപ്പിച്ച് ഒരിഞ്ച് പോലും മാറിക്കൊടുക്കാതെ നിന്നതുകൊണ്ടാണ് ദൈവത്തോട് ബാർഗെയിൻ ചെയ്യാനായിട്ട് സാധിച്ചത്. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾക്കൊക്കെ ധൈര്യം നൽകുന്ന ഒരു കാര്യമുണ്ട്. ആദ്യം തന്നെ ദൈവത്തിനോട് പറഞ്ഞു, 50 പേരുണ്ടെങ്കിൽ നീ പട്ടണം നശിപ്പിക്കുമോ? കർത്താവ് പറഞ്ഞില്ല. പിന്നീട് ചോദിച്ചു, ഒരു 5 പേരുടെ കുറഞ്ഞാലോ, 45 ആയാലോ? 45 ഉണ്ടെങ്കിൽ ഞാൻ നശിപ്പിക്കത്തില്ല. പ്രാർത്ഥിക്കുന്നവർക്ക് ധൈര്യം നൽകുന്ന ഒരു കാര്യമാണ്. കുറച്ച് കാര്യം കൊണ്ട് അനുവദിച്ചു കഴിഞ്ഞപ്പോൾ കൂടുതൽ ശക്തി കിട്ടി. അപ്പോൾ പിന്നീട് പൗപ്പത്ത് താഴോട്ട് പോകുന്നു. അപ്പോൾ പ്രാർത്ഥിക്കുന്നവർക്ക് ദൈവം കൂടുതൽ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കുന്ന ആളുകൾക്ക് ദൈവം കൂടുതൽ ആനുകൂല്യങ്ങൾ അവരെ ധൈര്യപ്പെടുത്തും. അതുകൊണ്ട് യഥാർത്ഥത്തിൽ അമ്മച്ചിയുടെ പ്രാർത്ഥന ഈ കുടുംബത്തിലെ ഒരു കടാവിളക്കാണ്. പിന്നെ എപ്പോഴും ഒരു കാര്യം ഓർക്കണം, മക്കളോട് ഈ സമയത്ത് ഒരു വാക്ക് എനിക്ക് പറയുവാനായിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമ്മൾ പറയും അപ്പ പോയി, ഇനി അമ്മച്ചി മാത്രമേ ഉള്ളൂ, അങ്ങനെ മക്കൾക്ക് തോന്നുള്ളൂ. പക്ഷേ വൈധവ്യത്തിൻ്റെ അവസ്ഥകളെന്ന് പറയുന്നത് ജീവിതത്തിലെ ഏകാന്തതകളാണ്, ഒറ്റപ്പെടലിൻ്റെ അവസ്ഥയാണ്. ആ ഏകാന്തതയിലാവാതെ കർത്താവ് ഭൂമിയിൽ വന്ന സമയത്തൊക്കെ വന്ന് ഇടപെട്ടതെല്ലാം ഏകാന്തതയിലായിരിക്കുന്ന ആളുകളോട്. ശമരിയായിലെ കിണറ്റിലൊക്കെ വെച്ച് ഏതാണ്ട് 1/2 ദിവസത്തിലധികമാണ് ശമരിയായിലെ സ്ത്രീയോട് കർത്താവ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ജീവിതത്തിൽ ഏകാന്തതയിലാകി കഴിയുന്ന സമയത്ത് ആ ഏകാന്തതയിൽ ഇടപെടുക എന്നുള്ളത് കർത്താവിൻ്റെ ധർമ്മമായിരുന്നു, നമ്മുടെയൊക്കെ ധർമ്മം. അതുകൊണ്ട് മക്കളൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കണം. ഞാൻ ഇതിനോട് ചേർത്ത് ഒരു കഥ ഓർത്തുപോയി. 2ാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോൾ ഒരു പട്ടാളക്കാരൻ്റെ ഭാര്യ മരിച്ചു. അവരെ വന്ന് പലരും ആശ്വസിപ്പിച്ചു. പക്ഷെ അവൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എലിസബത്ത് രാജ്ഞി വന്ന് ആശ്വസിപ്പിച്ചു. രാജ്ഞിയാണ്, ആശ്വസിപ്പിച്ചിട്ടൊന്നും അവൾ മുഖം പോലും കൊടുത്തില്ല. പക്ഷെ ഒരു കാര്യം എലിസബത്ത് രാജ്ഞി പറഞ്ഞു, മോളെ, ഞാനും ഒരു വിധവയാണ്. ഇത് കേട്ടപ്പോൾ അവൾ പെട്ടെന്ന് ആ കരച്ചിൽ നിന്ന് കണ്ണുയർത്തി അവരെ കെട്ടിപ്പിടിച്ചു. കാരണം ഒറ്റയ്ക്കായി പോകുമ്പോൾ, ഏകാന്തതയിലായി പോകുമ്പോൾ ഒരു വിധവയ്ക്ക് മാത്രമേ മറ്റൊരു വിധവയുടെ വേദന അറിയുവാൻ സാധിക്കുകയുള്ളൂ. അവരുടെ കുഞ്ഞുങ്ങളൊക്കെ നോക്കുമ്പോൾ ഇനി അമ്മച്ചി മാത്രമേ ഉള്ളൂ, അപ്പം പോയി. പക്ഷെ അതിലപ്പുറമായി അവരുടെ ഏകാന്തതയിൽ ഇടപെടുക എന്നുള്ള വലിയൊരു ചുമതല എല്ലാ മക്കൾക്കും കൂട്ടത്തിലുള്ള ആളുകൾക്കും ഒക്കെ ഉണ്ടാവണം. അത് ക്രൈസ്തവ ധർമ്മമാണ്. കർത്താവ് ഇടപെട്ടതെല്ലാം അങ്ങനെയായിരുന്നു. നയിൻ പട്ടണത്തിലെ വിധവയുടെ മകനെ കർത്താവ് ഉയർപ്പിച്ചു. അത് വിധവ എന്നുള്ളത് കൊണ്ടാണ്. അപ്പോൾ എപ്പോഴും അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്നവരുടെ വ്യക്തി ജീവിതത്തിൽ ഇടപെടുക എന്നുള്ളതാണ് ആത്മീയമായ ധർമ്മം. തമ്പുരാൻ ആശ്വസിപ്പിക്കട്ടെ അമ്മച്ചി. ഇനി ഒരിക്കലും ഒരു സമയത്തും ഒരു ഏകാന്തത തോന്നിപ്പിക്കാത്ത രീതിയിൽ മക്കളൊക്കെ പ്രത്യേകമായി കരുതണം. പ്രാർത്ഥിക്കുന്ന അമ്മച്ചിയാണ്. ദൈവസന്നിധിയിൽ തന്നെ ഉറച്ചു നിൽക്കുന്നവളാണ്. ദൈവത്തോട് ബാർഗെയിൻ ചെയ്യുവാൻ വരം കൊടുത്തിട്ടുള്ള ഒരു അമ്മച്ചിയാണ്. എല്ലാവരെയും ദൈവം ആശ്വസിപ്പിക്കട്ടെ. ക്നാനായ സമുദായത്തിന് വേണ്ടിയും ക്നാനായ അസോസിയേഷന് വേണ്ടിയും ഈ സമയത്ത് എല്ലാ ആദരാഞ്ജലികളും അനുശോചനവും അർപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നിങ്ങളിരുന്നോളൂ. ദൈവാതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ക്രിസ്തു യേശുവിൽ ഏറ്റവും വാത്സല്യമുള്ളവരെ, ഭാഗ്യവാനായ ഒരു പ്രിയ പിതാവിൻ്റെ യാത്രയപ്പ് വേളയിലാണ് നമ്മളെല്ലാവരും ഈ ഭവനത്തിൽ നിന്ന് വന്നു ചേർന്നിരിക്കുന്നത്. ഈ ഭവനവുമായിട്ടുള്ള എൻ്റെ ബന്ധം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കാൽവരി യാഗത്തിൽ നിന്ന് ഉളവായിട്ടുള്ള ബന്ധമാണ്. ക്രൂശിലെ യാഗത്തിൽ രൂപപ്പെട്ട അത്യന്തം പരിശുദ്ധമായ സുവിശേഷപരമായ ബന്ധം. ഈ ബന്ധത്തിൽ എന്നെ ചേർത്ത് നിർത്തിയത് ഈ പ്രിയപ്പെട്ട മാതാവാണ്, ഈ ഭവനത്തിലെ പ്രിയപ്പെട്ട അമ്മച്ചി. അമ്മച്ചിയുടെ പ്രാർത്ഥനയും അമ്മച്ചിയുടെ സമർപ്പണവും ഒക്കെ ഹൃദയത്തിൽ നിന്നും മായാത്ത ചിത്രമായി ഉള്ളിലുണ്ട്. ഇന്നിവിടെ എത്തിച്ചേരാൻ കഴിയുമോ എന്ന് ഞാൻ വല്ലാതെ ആശങ്കപ്പെട്ടിരുന്നു. എന്നാൽ ഇന്ന് തന്നെയാണ് ഈ ക്രമീകരണങ്ങൾ ചെയ്യുന്നതെന്നറിഞ്ഞപ്പോൾ ഒരുപാട് ആശ്വാസം തോന്നി. വന്ന് പങ്കെടുക്കാൻ ബന്ധപ്പെട്ട് എത്തുകയായിരുന്നു. പ്രിയപ്പെട്ട പിതാവിനെ നമ്മളെല്ലാവരും കൂടെ യാത്രയാക്കാൻ ഒരുങ്ങുകയാണ്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ അനിവാര്യമായി സംഭവിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഈ വേർപാട്. എന്നാൽ ഈ വേർപാട് ഒരു ക്രിസ്ത്യാനിയെ സംബന്ധിച്ച് വലിയ പ്രത്യാശ നൽകുന്ന വേർപാടാണ്.
മറ്റ് മതസ്ഥരെ പോലെയോ മറ്റ് ചിന്തകരെ പോലെയോ അല്ല. ക്രിസ്ത്യാനിയെ സംബന്ധിച്ചോ ഈ വേർപാട് സത്യത്തിൽ ആനന്ദദായകമായ ഒന്നാണ്. അതങ്ങനെ മനസ്സിലാക്കുമ്പോഴാണ് നമ്മുടെ ഹൃദയത്തിൽ നീറുന്ന വേദനകൾ ആശ്വാസമായി പരിണമിക്കുന്നത്. ഈ വേർപാടിനെ നമ്മൾ വിളിച്ചു ശീലിച്ചത് മരണം എന്ന വാക്കുപയോഗിച്ചാണ്. മരണം എന്ന വാക്ക് കേൾക്കുമ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ ഓടിയെത്തുന്ന ചിന്ത അശുഭമായ കുറേ ചിന്തകളാണ്. അസ്തമിച്ചു, അവസാനിച്ചു, തീർന്നു, ഇനി ആളില്ല എന്നിങ്ങനെയുള്ള ഭാരപ്പെടുത്തുന്ന ഓർമ്മകൾ. എന്നാൽ ഇത് മരണമല്ല. പ്രിയപ്പെട്ട അപ്പച്ചൻ മരിച്ചിട്ടില്ല എന്ന് ഞാനിവിടെ നിന്ന് പറഞ്ഞാൽ നിങ്ങളിൽ എത്ര പേർ അത് അംഗീകരിക്കും, ഉൾക്കൊള്ളുമെന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷെ സത്യം അതാണ്. ഈ പ്രിയപ്പെട്ട പിതാവ് മരിച്ചിട്ടില്ല, മാറ്റപ്പെടുകയത്രേ സംഭവിച്ചത്. ഭൗമലോകത്തു നിന്ന് ആത്മലോകത്തേക്കുള്ള മാറ്റപ്പെടൽ. പ്രിയപ്പെട്ടവരെ, ഈ സംഭവിച്ചത് മരണമല്ല, ട്രാൻസ്ഫറാണ്. ട്രാൻസ്ഫർ വിത്ത് പ്രൊമോഷൻ എന്നാണ് ഞാനതിനെക്കുറിച്ച് പറയാൻ ഇഷ്ടപ്പെടുക. ഈ ഭൗമലോകത്ത് ജഡത്തിൻ്റെ പരിമിതിക്കുള്ളിൽ അതിൻ്റെ കെട്ടുപാടുകളുടെ ബന്ധനത്തിൽ കിടന്ന പ്രിയവൻ ഈ കഴിഞ്ഞ നാളിൽ സ്വർഗത്തിലെ ദൈവം വിളിച്ചിട്ട് സ്വന്തം ഭവനത്തിലേക്ക്, ആശ്വാസ തുറമുഖത്തേക്ക്, വർണ്ണിച്ചു തീർക്കാനാകാത്ത മനോഹാരിതകളുള്ള ദേശത്തേക്ക് യാത്ര പോയിരിക്കുകയാണ്. ഈ ശരീരം അവിടെ കൊണ്ടുപോകാൻ കഴിയാത്തത് കൊണ്ട് ഈ ശരീരം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോയിരിക്കുകയാണ്. പക്ഷേ ഈ ശരീരം എന്നേക്കുമായി ഉപേക്ഷിക്കപ്പെട്ടതല്ല. ഈ ശരീരത്തെക്കുറിച്ച് നമുക്ക് വലിയ പ്രത്യാശയുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇത് മരണമല്ല എന്ന് വീണ്ടും വീണ്ടും പറയുമ്പോൾ പിന്നെ എന്താണ് എന്നൊരു ചോദ്യം ഇവിടെ പ്രസക്തമാണ്. ഈ സംഭവിച്ചത് മരണമല്ല പ്രിയപ്പെട്ടവരെ. മരണം എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ വ്യക്തമായ മറുപടി, ഒരാൾക്ക് ജീവൻ നഷ്ടപ്പെടുന്നതാണ് മരണം. എപ്പോഴാണോ ഒരാളുടെ ജീവൻ പോകുന്നത് അപ്പോഴാ ആൾ മരിച്ചു. ഇതാണ് സത്യം. എന്നാൽ പ്രിയപ്പെട്ടവരെ, ജീവൻ എന്താണ് എന്നൊരു ചോദ്യം അതിന് പിന്നിലുണ്ട്. ജീവൻ എന്താണെന്ന് ചോദിച്ചാൽ ആളുകളുടെ വിചാരം ശ്വസിക്കുന്ന ശ്വാസമാണെന്ന്, അല്ലെങ്കിൽ അവർ ചലിക്കുന്ന ചലനമാണെന്ന്, ഇങ്ങനെ പല ചിന്തകൾ ആളുകളുടെ ഉള്ളിലുണ്ട്. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം ഇതൊന്നും സമ്മതിക്കുന്നില്ല. എന്താണ് ജീവൻ എന്ന ചോദ്യത്തിൻ്റെ വ്യക്തമായ മറുപടി സത്യവേദ പുസ്തകം പറയുന്നുണ്ട്. അത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠമായ പ്രഖ്യാപനമാണ്. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 11-ാം അധ്യായത്തിൻ്റെ 25-26 തിരുവചനങ്ങളിൽ യേശുക്രിസ്തു ലാസറിന്റെ കല്ലറക്കരികിൽ നിന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞത് എന്തെന്നാൽ, ഞാൻ തന്നെ പുനരുത്ഥാനവും ഞാൻ തന്നെ ജീവനുമാകുന്നു. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. ജീവിച്ചിരുന്ന എന്നിൽ വിശ്വസിക്കുന്നവരാരും ഒരു നാളും മരിക്കുകയില്ല എന്നത്രേ. യേശു പറഞ്ഞത് ഇങ്ങനെയാണ്, ഞാനാണ് ജീവൻ. ഞാനുള്ളവന് ജീവനുണ്ട്, ഞാൻ ഇല്ലാത്തവർക്ക് ജീവനില്ല. യേശു ഉള്ളവർക്ക് ജീവനുണ്ട്, യേശുവിനുള്ളവർ ജീവനുള്ളവരാണ്. യേശു ഇല്ലാത്തവർ ജീവനില്ലാത്തവരാണ്, യേശുവിനല്ലാത്തവർ മരിച്ചവരാണ്. യേശു പറഞ്ഞു, ഞാനാണ് ജീവൻ. ആ വാക്യം അങ്ങനെ ഒറ്റപ്പെട്ട് നിൽക്കുന്നില്ല പ്രിയപ്പെട്ടവരെ. യോഹന്നാൻ എഴുതിയ രക്ഷാസുവിശേഷം 14-ാം അധ്യായത്തിന്റെ 6-ാം തിരുവചനത്തിൽ യേശു അധികാരത്തോടെ വിളിച്ചു പറഞ്ഞു, ഞാൻ തന്നെ വഴിയും ഞാൻ തന്നെ സത്യവും ഞാൻ തന്നെ ജീവനുമാകുന്നു. യേശുവാണ് ജീവൻ. ഏതെങ്കിലും ഒരാൾ മരിക്കുന്നത് ജീവൻ നഷ്ടപ്പെടുമ്പോഴാണ്. ജീവന്റെ നഷ്ടമാണ് മരണം. ജീവൻ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവാണ്. എങ്കിൽ എന്താണ് മരണം? മരണം യേശുക്രിസ്തുവിനെ നഷ്ടപ്പെടുന്നതാണ്. ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ നഷ്ടപ്പെടുന്നത് എപ്പോഴാണ്? അതിന് ഒരേ ഒരു കാരണമേ ഉള്ളൂ, ആ വ്യക്തി പാപത്തിന് പിടിക്കപ്പെടുമ്പോൾ തന്നെ. എപ്പോഴാണ് ഒരു മനുഷ്യൻ പാപത്തിന് പിടിക്കപ്പെടുന്നത്, പാപത്തിന്റെ പിണയാളായി മാറുന്നത്, പാപത്തിന്റെ അടിമയായി തീരുന്നത്? അപ്പോഴാ വ്യക്തിക്ക് യേശുക്രിസ്തുവിനെ നഷ്ടപ്പെടുന്നു. അതുകൊണ്ടാണ് റോമാലേഖനം 6-ാം അധ്യായം 23-ാം തിരുവചനത്തിൽ അപ്പോസ്തലനായ പൗലോസ് പഠിപ്പിച്ചത് പാപത്തിന്റെ ശമ്പളം മരണമത്രേ എന്ന്. അതുകൊണ്ടാണ് യാക്കോബ് തന്റെ ലേഖനം 4-ാം അധ്യായത്തിന്റെ 14-ാം തിരുവചനത്തിൽ എഴുതിയത് പാപം മുഴുത്തിട്ട് മരണത്തെ, 1-ാം അധ്യായം 15-ാം വാക്യത്തിൽ എഴുതിയത് പാപം മുഴുത്തിട്ട് മരണത്തെ പ്രസവിക്കുന്നുവെന്ന്. അതുകൊണ്ടാണ് യെസ്കേൽ പ്രവചനം 18-ാം അധ്യായം 20-ാം തിരുവചനത്തിൽ ഇങ്ങനെ എഴുതിയത്